ഇങ്ങനെ RXZ ഇൻഡിക്കേറ്റർ സ്പ്ലെൻഡറിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ചെയ്യുന്ന ഇസഡിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഇസഡിൻ്റെ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഒറ്റ വള്ളിയേ വരത്തുള്ളൂ, ഇത് എങ്ങനെ എന്ന് വേണ്ട. നമ്മുടെ ഇസഡിൻ്റെ ഇൻഡിക്കേറ്റർ ഹെഡിലോട്ട് സെറ്റ് ചെയ്തു. സോ ഹേ ഗൈസ്, വെൽക്കം ടു ശിവ. യു ആർ വാച്ചിങ് TV മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയതായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ സ്പ്ലെൻഡറിൽ ഒത്തിരി നാളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെ. ഓൾറെഡി നമ്മൾ ഷോഗൻ്റെ ഇൻഡിക്കേറ്റർ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തായിരുന്നു നമ്മൾ. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ജസ്റ്റ് ഞാൻ മേളിൽ പിൻ ചെയ്യാം. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എങ്ങനെ RXZ ഇൻഡിക്കേറ്റർ നമ്മുടെ സ്പ്ലെൻഡറിൽ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. കുറേ നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ നമുക്ക് അതിനാവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇസഡിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇസഡിൻ്റെ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഒറ്റ വള്ളിയേ വരത്തുള്ളൂ, ഇത് എങ്ങനെ സ്പ്ലെൻഡറിൽ സെറ്റ് ചെയ്യുന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ് എല്ലാവർക്കും. സോ അതിനുള്ളൊരു എന്നാ പറയേണ്ട ഉത്തരവായിട്ടാണ് നമ്മൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ചാനൽ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ വീഡിയോസാണ് വരുന്നത്. നമുക്കപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മളിപ്പം ഒരു RXZൻ്റെയോ അല്ലെങ്കിൽ ഷോഗൻ്റെയോ ഇൻഡിക്കേറ്റേഴ്സ് സ്പ്ലെൻഡറിൽ വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ഇത്. കണ്ടല്ലോ, കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു RXZൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് പോസിറ്റീവ് ലൈൻ മാത്രമേ ഉള്ളൂ നമ്മുടെ നമ്മുടെ ഇൻഡിക്കേറ്ററിൽ തന്നെ കിട്ടുന്നത്. 2 സ്ട്രോക്ക് വണ്ടികളിൽ നെഗറ്റീവ് ലൈൻ ബോഡിയിൽ നിന്നാണ് സാധാരണ എടുക്കുന്നത്. സോ അതിൽ കാണുകയല്ല, ഇതിനകത്ത് നെഗറ്റീവ് ബോഡിക്ക് പ്രത്യേകിച്ച് ലൈനൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ എന്നാ വെച്ചാൽ ഈ ഇൻഡിക്കേറ്ററിൽ ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ വണ്ടി സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളപ്പം എന്നാ പറയണ്ടേ, ഒരു ഇൻഡിക്കേറ്റർ വെക്കുമ്പോഴത്തേക്കും എന്തൊക്കെ കഴിക്കേണ്ട വരുമെന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു. സംഭവം കണ്ടല്ലോ, വണ്ടിയുടെ സീറ്റ് അഴിക്കണം, ഫ്രണ്ടിലത്തെ മാസ്ക് അഴിക്കണം. സീറ്റ് അഴിച്ച് നമ്മളിത് ഇവിടുത്തെ ഇൻഡിക്കേറ്ററിന് കണക്ഷൻ വന്ന് സീറ്റിൻ്റെ ഇവിടെ ആയിട്ടാണ് വരുന്നത്. സോ നമ്മൾ ആ മൊത്തം അഴിക്കേണ്ട വരും. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യമേ മാസ്കിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചാൽ അതിന് ശേഷം നമുക്ക് വണ്ടി സെറ്റ് ചെയ്യുന്ന കേസ് നോക്കാം. സോ ഇതാണ് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതിന് ഫ്രണ്ട് ബാക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം സെയിം ആയതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇതിലെ ഇടുക. ആദ്യമേ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ മറ്റേ സ്റ്റോക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഹോൾഡർ ഇടുക. അതിനുശേഷം നമ്മുടെ നെഗറ്റീവ് ലൈനിന് വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചെന്ന ആ ഒരു സ്പെഷ്യൽ റിങ് കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. ദെൻ അതിന് മുകളിൽ ഇൻഡിക്കേറ്ററിൻ്റെ നട്ടിട്ട് മുറുക്കുക. ഇതാണ് എന്നാ പറയണ്ടേ, ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തൂടെ ഇടാൻ നോക്കുക. ഇടുമ്പോഴത്തേക്കും കറക്റ്റ് സെറ്റ് ചെയ്യുവാണെങ്കിൽ നെഗറ്റീവ് ബോഡി ഉൾപ്പെടെ മൊത്തത്തിൽ വൃത്തിക്ക് കിട്ടിക്കോളും. ഇതാണ് നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞത്. കണ്ടല്ലോ, ഇപ്പോൾ ഒരു പോസിറ്റീവ് ലൈൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്ററിൽ നിന്ന് വരുന്നതും നെഗറ്റീവ് ലൈൻ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുത്തതുമാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലൂടെ സെറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇത് കണ്ടല്ലോ, നമ്മൾ എന്ന് പറയണ്ടേ, നമ്മുടെ ഇസഡിൻ്റെ ഇൻഡിക്കേറ്റർ ഹെഡിലോട്ട് സെറ്റ് ചെയ്തു. ഞാൻ ഒന്നുകൂടെ പറയുവാണെങ്കിൽ കണ്ടല്ലോ, നമ്മുടെ പോസിറ്റീവ് ലൈൻ എന്ന് പറയുന്നത് ഇസഡിൻ്റെ ഇൻഡിക്കേറ്ററിൽ നിന്നുള്ളത്, നെഗറ്റീവ് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇനി ഇതിലുള്ള ഇത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഇനി വണ്ടിയോട് സെറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇനി കണക്ഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ സ്പ്ലെൻഡറിൻ്റെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് എങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻ കൊടുക്കും അതുപോലെ കൊടുത്താൽ വേറെ അതിനകത്ത് വള്ളി പരിപാടി ഒന്നുമില്ല. അടുത്ത് നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുന്ന ദിവസം ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ സ്റ്റോക്ക് വരുന്ന പോലെ തന്നെ ആ ഹോളിൽ കൂടെ നെഗറ്റീവും പോസിറ്റീവും മേലോട്ട് ഇടുന്നുണ്ട്. ഇനി സാധാരണ വണ്ടിയിൽ കണക്ഷൻ കൊടുക്കുന്ന പോലെ ഇത് കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഞാൻ മൊത്തത്തിൽ ഫിനിഷ് ചെയ്തിട്ട് ഇതിന് മൊത്തത്തിലുള്ള ഔട്ട് എങ്ങനെയുള്ള എന്താ ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ വൃത്തി കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇപ്പോൾ ഉള്ളതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാകട്ടല്ലോ. കണ്ടല്ലോ, രണ്ട് സൈഡിൽ ഇൻഡിക്കേറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ലുക്കിന് അത്യാവശ്യം നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻസ് കേട്ടോ. നമ്മൾ സാധാരണ ഇൻഡിക്കേറ്റേഴ്സ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് മൊത്തം കയറ്റി വെച്ച് മുഴുവൻ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെ RXZൻ്റെ ഇൻഡിക്കേറ്റർ സ്പ്ലെൻഡറിൽ സെറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഹസാർഡ് ഓൺ ചെയ്തിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കാണാമെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇപ്പം പകലായതുകൊണ്ട് കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹസാർഡ് നമ്മളിപ്പോൾ ഓൺ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാം സാധനം. ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തേക്കാം, വെറുതെ ബാറ്ററി കളയണ്ട. ഓക്കെ, അപ്പം
ഇതാണ് നമ്മുടെ RXZ ഇൻഡിക്കേറ്റർ വണ്ടിയിൽ വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഒന്നുകൂടെ ആദ്യം മുതൽ ഇൻസ്റ്റാൾ ചെയ്ത് തരാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതെന്ന് പറയുന്നത് യമഹ RXZ വരുന്ന ഇൻഡിക്കേറ്റേഴ്സാണ്. ഇതിന് വന്നിട്ട് പോസിറ്റീവ് ലൈൻ മാത്രമേ വരത്തുള്ളൂ, നെഗറ്റീവ് ലൈൻ വണ്ടിയുടെ ബോഡിയിൽ നിന്നാണ് സാധാരണ കേസിൽ എടുക്കുന്നത്. സോ നമ്മൾ വണ്ടിയുടെ കേസ് ഇപ്പോൾ സ്പ്ലെൻഡറിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിലൊരു വാഷർ വരും. ഇതിൻ്റെ നമ്മുടെ ഇൻഡിക്കേറ്റർ മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു വാഷർ വരും. ആ വാഷറിൽ നമ്മളൊരു വയർ കണക്ഷൻ കൊടുത്ത് നെഗറ്റീവ് ലൈൻ വന്ന് ആ ബോഡിയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലാത്തവർ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം അതാണ് RXZ ഇൻഡിക്കേറ്റർ വെക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് വിളിച്ചാലും മതി. ഇൻഡിക്കേറ്റർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുന്ന കാരണം തന്നെ കമൻറ്റ് ചെയ്യുക. വെരി മിഷിവ സൈനിങ് ഓഫ് ഫ്രം TVM Automotives.